നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അങ്ങനെ ഒരു ആഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നു നിങ്ങളുടെ മുന്നിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ട്. അപ്പോൾ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. കുറേ പേര് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. 5 വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ട്രിപ്പിൻ്റെ. അതുപോലെ തന്നെ ഹൗ ടു പ്ലാൻ ഔർ ട്രിപ്പ് എന്നുള്ളൊരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതായത് ഒരു പച്ചടി. നമുക്ക് പല വെജിറ്റബിൾസ് കൊണ്ട് പച്ചടി ഉണ്ടാക്കാം അല്ലേ? ഞാൻ ഓൾറെഡി 2-3 പച്ചടികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ തക്കാളി വെച്ചിട്ടുള്ള പച്ചടി. ഈവൻ തക്കാളി വെച്ചിട്ടുള്ള പച്ചടി തന്നെ 2-3 തരത്തിൽ ഉണ്ടാക്കാം. ഇത് ഒരു രീതി. വീണ്ടും നമ്മൾ ബാക്കിയുള്ള റെസിപ്പികളൊക്കെ തീർച്ചയായിട്ടും ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് തക്കാളി വെച്ചിട്ടുള്ള പച്ചടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി പച്ചടി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വളരെ ചെറിയ നല്ല പഴുത്ത തക്കാളിയാണ്, 4 എണ്ണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ തക്കാളിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ 2 തക്കാളി എടുത്താൽ മതിയാവും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി നല്ല പഴുത്ത അധികം പുളിയില്ലാത്ത തക്കാളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന തൈരിന് അല്പം പുളി വേണം. അതേസമയം തക്കാളിക്ക് നല്ല പുളി ഉണ്ട് എന്നുണ്ടെങ്കിൽ തൈരിന് പുളി പാടില്ല. അപ്പോൾ ഒരുപാട് പുളി, രണ്ടിലും പുളി പാടില്ല എന്നാണ് ഞാൻ മെയിൻ ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുളിയായിട്ട് മാറും നമ്മുടെ കറി. ഒരുപാട് പുളിയാവാൻ പാടില്ല. അതേസമയം അല്പം പുളി വേണം താനും. പച്ചടി കഴിക്കുമ്പോഴത്തെ ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല പഴുത്തിട്ടുള്ള പുളി അധികം ഇല്ലാത്ത തക്കാളി ആയതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന തൈരിന് അല്പം പുളിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 തക്കാളി ഞാനൊരു കുക്കറിലോട്ട് അരിഞ്ഞിടാൻ പോവാണ്. പല രീതിയിൽ നമുക്ക് ചെയ്യാം. വഴറ്റി നമുക്ക് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇത് വഴറ്റാണ്ട് വളരെ ഈസി ആയിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ് തക്കാളി. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ തക്കാളി മുറിക്കുമ്പോൾ ഈ നടുവിലത്തെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം ഇടാൻ ശ്രമിക്കുക. തക്കാളി ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ സവാള ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം മുറിച്ചിടുക കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് മൊത്തത്തിൽ 4 ചെറിയ തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം, മീഡിയം തക്കാളി ആണെങ്കിൽ 3 എണ്ണം. ഓക്കെ, അപ്പോൾ പിന്നെ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് ചേർക്കുന്ന തക്കാളിയുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അതിലോട്ട് നമുക്ക് നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി ഒരുപാട് പാടില്ല, ജസ്റ്റ് ഒരു പേരിന് വേണ്ടി മാത്രം 2 നുള്ളി ചേർത്ത് കൊടുക്കാം. 2 നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ആദ്യം തന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് അല്പം വെള്ളം. തക്കാളിയിൽ ഓൾറെഡി നിറയെ വെള്ളമുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിലേക്ക് അല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. അതായത് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഒരുപാട് കൂടാൻ പാടില്ല. കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം നമുക്കിത് വറ്റിച്ചെടുക്കണം. അതുകൊണ്ടാണ് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അടി പിടിക്കുമെന്നുള്ളൊരു ടെൻഷൻ കാരണം മാത്രമാണ് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 2 വിസിൽ കേട്ടോ. അതിനുശേഷം നമുക്ക് അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യാൻ, കാരണം പ്രഷർ പോകാൻ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നന്നായി വെന്തിട്ടുണ്ടാവും. 2 വിസിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ തക്കാളി കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് അരയ്ക്കേണ്ട അരപ്പ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് അധികം ഒന്നും വേണ്ട കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് കടുകിൻ്റെ കുത്തായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ കറിക്ക്, നമ്മുടെ പച്ചടിക്ക്. അപ്പോൾ കടുക് ചിലവർ ചതച്ചിടും അവസാനം ആകുമ്പോൾ, അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ എപ്പോഴും അരയ്ക്കുമ്പോൾ തന്നെ കടുക് ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേതാണ് താല്പര്യം ഉണ്ടെങ്കിൽ അവസാനം ചതച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അല്പം ജീരകമാണ്. അത്ര അളവ് തന്നെ മതി. ഒരു 1/4 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല ജീരകം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 2 പച്ചമുളകാണ്. അധികം എരിവില്ലാത്ത 2 പച്ചമുളക്. എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 2 കറിവേപ്പിലയുടെ ഇല. പിന്നെ ആവശ്യത്തിന് വെള്ളം. നന്നായിട്ട് നല്ല മഷി പോലെ നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒരുപാട് ആദ്യം ഒഴിക്കരുത്. ഒരുപാട് ആദ്യം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് അങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ഒരു വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് അരച്ചിട്ട് കൊണ്ടുവരട്ടെ. ഇപ്പം നമ്മൾ നാളികേരം നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കുക. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം.
തക്കാളി നന്നായി കുക്കായിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടും പോലും തക്കാളിയുടെ ഉള്ളിലത്തെ വെള്ളം പുറത്തേക്ക് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതെന്ന് തോന്നുന്നു. നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി തീ ഓൺ ചെയ്ത് കൊടുക്കാം. തീ ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് നാളികേരമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് നാളികേരം മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കടുകിൻ്റെ ഓവർ കടുക് ആയി കഴിഞ്ഞാലും ടേസ്റ്റ് സ്മെല്ലിന് ഡിഫറൻസ് വരും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. ഞാനൊരു ദിവസം നാളികേരം ഇല്ലാണ്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. നാളികേരം ഇല്ലാത്തവർക്കും ചെയ്യാനുള്ള റെസിപ്പി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ, അതുകൊണ്ട് വേറെ എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യാം. നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ അരപ്പിൻ്റെ പച്ചമണം നന്നായി മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ഇതിലെ ഈ കടുകിൻ്റെയും അതുപോലെ തന്നെ ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നാളികേരത്തിൻ്റെയും ഒരു പച്ചമണം ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് മാറിക്കോട്ടെ. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ചൂട് കുറച്ച് മാറിയതിന് ശേഷം മാത്രം തൈര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായി തിളക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തൈര് 5 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈര്, അത്യാവശ്യം പുളിയുള്ള തൈരാണ് എടുത്ത്. നന്നായിട്ട് ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് വിപ്പ് ചെയ്ത് കൊടുത്താലും മതി. അതായത് ഓവറായിട്ട് മോര് പോലെ ആവാൻ പാടില്ല, ഇച്ചിരി കട്ടിയായിട്ട് തന്നെ ഇരിക്കണം. കാരണം ഇത് ഇത്തിരി കട്ടിയായിട്ടുള്ള കറിയാണ്, നമ്മൾ സദ്യയിലൊക്കെ വിളമ്പാനുള്ള കറിയാണ്. അപ്പോൾ ഇത്തിരി തിക്കായിട്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് മോര് പോലെ നമ്മൾ ഒഴിക്കാൻ പാടില്ല, എപ്പോഴും തൈര് പോലെ തന്നെ ഒഴിക്കണം. പക്ഷേ തൈര് നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ടൊന്ന് വിപ്പ് ചെയ്യുക. അപ്പോൾ കട്ടകളൊക്കെ ഉടയും. അതിനുശേഷം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. കട്ടകൾ വന്നു കഴിഞ്ഞാൽ കറി കാണാൻ നന്നായി ഉണ്ടാവില്ല, ആകെ പിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും നമുക്ക്. അതുകൊണ്ട് ഫോർക്ക് വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ചെറിയ ബൗളിലിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്യുക, ഒറ്റയടി മാത്രം. അപ്പോൾ ഈ കറി ഏകദേശം ഒരു 5 മിനിറ്റ് തിളച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം. അപ്പോൾ ഇതിൻ്റെ പച്ച ചുവയൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ചൂടൊന്ന് മാറിയതിന് ശേഷം മാത്രം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒഴിച്ച് കഴിഞ്ഞാൽ മോര് പോലെയായി പോകും തൈര്. അതായത് ഭയങ്കര ലൂസായിട്ട് മാറും നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മളെ കറി ഒരിക്കലും ലൂസായിട്ട് ഇരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പിന്നെ ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷെ ഇത് പച്ചടി ആയതുകൊണ്ട് തിക്കായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ചൂട് കുറച്ച് ആറിയതിന് ശേഷം മാത്രം നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്. ഒരുപാട് ചൂടില്ല, ഭയങ്കരമായിട്ടുള്ള ചൂട് മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തൈരിൻ്റെ പുളി അനുസരിച്ച് തൈരിൻ്റെ അളവ് തീരുമാനിക്കുക. എനിക്ക് ഒരുപാട് പുളിയില്ല, അതേസമയം അത്യാവശ്യം പുളിയുള്ള തൈരാണിത്. 5 ടേബിൾ സ്പൂൺ തൈരാണ് അടിച്ചൊഴിച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ തിക്ക് കൺസിസ്റ്റൻസി ഇതുപോലത്തെ തന്നെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി വരണം. ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഈസി മെത്തേഡല്ലേ കുറച്ചും കൂടെ വേറെ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഇച്ചിരി സവാളയും തക്കാളി ഇട്ടിട്ട് വഴറ്റുക, പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ അത് വേറെ ടേസ്റ്റ് ആയിരിക്കും. ഇത് പക്ഷേ ഈസി വേയിൽ നമുക്ക് സദ്യയൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ അത് ഞാൻ എന്തായാലും വേറൊരു എപ്പിസോഡിൽ ചെയ്തു തരാം. നാളികേരം ഒഴിക്കാത്ത രീതിയിലുള്ള പച്ചടി കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നമുക്കിനി ഇതിലേക്ക് കാച്ചി ഒഴിക്കണം, അതായത് കടുകും ഒക്കെ കാച്ചി ഒഴിക്കണം. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഇത് ഈ ടേസ്റ്റ് ആയിരിക്കില്ല നമ്മൾ വറുത്തിടുമ്പോൾ കേട്ടോ. കുറച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ ടേസ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആവും. വറവിടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരിക. ഞാൻ ഇതിലേക്ക് ഒരു അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇടുന്ന തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാര ഇടുമ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് കൂടും. അതുകൊണ്ട് ഞാൻ 2 നുള്ളി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എരിവും പുളിയും ഒക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് കാച്ചി ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുക്കുക, ചൂടാക്കാൻ വയ്ക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് വറ്റൽമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലോട്ട്. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂണോളം കടുകാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒഴിക്കാം. കടുക് പൊട്ടിയെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. തീ കുറയ്ക്കുക കടുക് ഇട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ കരിഞ്ഞു പോകും. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അത്യാവശ്യം വേണം കേട്ടോ, എന്നാലാണ് ആ കറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് മാറുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അടച്ച് വെക്കുക. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പോൾ ഞാൻ അടച്ച് വെക്കട്ടെ. അതിന് ഫൈനലായിട്ട് നമുക്കൊന്നും കൂടി ടേസ്റ്റ് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇത് സദ്യക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തൊടുകറിയാണിത്. ഞാൻ ടേസ്റ്റ് ഫൈനലായിട്ട് നോക്കട്ടെ. അടിപൊളി.
പച്ചടി എന്ന് പറയുമ്പോൾ കടുകാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കടുക് കൂടുതൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്ക് അതിനെ പച്ചടി എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് മാത്രം. കടുക് ഇടുമ്പോൾ വേറൊരു സ്മെല്ലാണ് ഇതിന്. അപ്പോൾ തക്കാളി എന്ന് പറയുമ്പോൾ എല്ലാവരും വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ, അതുകൊണ്ടാണ് ഞാൻ തക്കാളി പച്ചടി ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ കുറേ റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിനി ഒരു പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാളികേരം ചേർക്കാത്ത പച്ചടി ഒരു ദിവസം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പൊട്ടറ്റോ പൊരിയലും അതുപോലെ തന്നെ നാളികേരം ഇല്ലാത്ത മോരുകറിയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്തായി കഴിഞ്ഞ ചേട്ടൻ അവിടെ പോയി? ചേട്ടന് കാണാനില്ല. ചേട്ടൻ പേടിയാ? നമ്മള് ജർമ്മനിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളതല്ലേ? Every piece and everything scares him. On a second thought, everything scares him. Not mine. Mama, we still have another one in the bag. We still have it in the bag. വേസ്റ്റ് ഉണ്ട് അവിടെ